ആവണങ്ങാട്ട് വിഷ്ണുമായ ചാത്തന്റെ കഥ അറിയാമോ? തൃശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലാണ് ആവണങ്ങാട്ട് വിഷ്ണുമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുലത്തിലെ അവസാന കണ്ണി ആയതിനാൽ പണിക്കർ വിവാഹിതനാവുകയും അതിൽ 2 ഉണ്ണികൾ പിറക്കുകയും ചെയ്തു. ഉണ്ണി താമനും കേളുണ്ണിയും. പിൽക്കാല ഉത്തരവാദിത്തങ്ങൾ ഇരുവർക്കും നൽകി അദ്ദേഹം മരണപ്പെടുന്നു. ശത്രുനിഗ്രഹത്തിനും കാര്യപ്രാപ്തിക്കും ഉണ്ണി താമ പണിക്കരും കേളുണ്ണി പണിക്കരും ഗണപതി ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ആരാധന തുടങ്ങും. എന്നാൽ ഇതിൽ തൃപ്തനാവാതെ ഇരുവരുടെയും അമ്മാവൻ ചാത്തന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ഉപദേശിച്ചു കൊടുക്കുകയും അതിനായി പുഞ്ചനെല്ലൂർ ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് ചെന്ന് വിദ്യ അഭ്യർത്ഥിക്കണമെന്നും ഉപദേശിച്ചു. മഹാമാന്ത്രികനായ പുഞ്ചനെല്ലൂർ ഭട്ടതിരിപ്പാട് ശ്രീ വിഷ്ണുമായ ഉപാസനയാൽ സർവ്വസിദ്ധികളും ജ്ഞാനവും കൈവരിച്ച് ഇരിക്കുന്ന കാലം ഭട്ടതിരിപ്പാടിന്റെ സേവയിൽ 390 ചാത്തന്മാർ കുടികൊണ്ടിരുന്നു. പിന്നീട് ഉള്ള തലമുറയിൽ ആർക്കും തന്നെ ആ സിദ്ധിയിൽ വേണ്ട ജ്ഞാനം ഇല്ലാത്തതിനാൽ ഇല്ലം ക്ഷയിക്കാൻ ഇടയായി. അതേസമയം തന്റെ സിദ്ധികൾ അനുയോജ്യനായ ശിഷ്യനിൽ കൈമാറി മുക്തനാവാൻ ആഗ്രഹിച്ച ഭട്ടതിരിപ്പാടിന്റെ അടുത്തേക്ക് ഉണ്ണി താമ പണിക്കരും കേളുണ്ണി പണിക്കരും എത്തുന്നത്. ആഗ്രഹിച്ച പ്രകാരം ഉണ്ണി താമനെയും കേളുണ്ണിയെയും ഭട്ടതിരിപ്പാട് സർവ്വവിദ്യകളും ഉപാസന നയങ്ങളും പകർന്നു കൊടുക്കുകയും പകരം ആവണങ്ങാട്ട് ഗണപതിയെ പുഞ്ചനെല്ലൂർക്ക് നൽകണമെന്നും ആവശ്യം പ്രകടിപ്പിച്ചു. ഈ വ്യവസ്ഥയിൽ ഇരുവരും സമ്മതിച്ചു. അതോടൊപ്പം തന്നെ ഭട്ടതിരിപ്പാട് താളിയോലകളും ഗ്രന്ഥങ്ങളും കൈമാറുകയും ചെയ്തു. മന്ത്രവാദ വിധികളും ഉപാസനക്രമങ്ങളും സർവ്വവിഘ്നങ്ങളെയും അതിജീവിച്ച് 2 പേരും വിഷ്ണുമായ ദേവനെ പ്രത്യക്ഷപ്പെടുത്തി സർവ്വ അനുഗ്രഹങ്ങളും നൽകിയ മഹിഷവാഹനനും 390 ചാത്തന്മാരും ആവണങ്ങാട്ടേക്ക് യാത്രയായി. ആവണങ്ങാട്ട് ഗണപതിയെ പുഞ്ചനെല്ലൂർ ഗണപതിയും പുഞ്ചനെല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ട് ചാത്തന്മാർ ആവുകയും ചെയ്തു. എല്ലാ തന്ത്രവിധികളോടും ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി ശ്രീ വിഷ്ണുമായ ദേവനെയും 390 ചാത്തന്മാരും ആവണങ്ങാട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് സൂര്യചന്ദ്രന്മാർ സ്ഥിതി ചെയ്യുന്ന കാലം എങ്ങും ശ്രീ വിഷ്ണുമായ ചൈതന്യം തന്റെ തറവാട്ടിൽ തന്നെ കുടികൊള്ളണം എന്ന ആഗ്രഹത്താൽ പണിക്കരിൽ മൂത്തയാൾ കുക്ഷി കൽപ്പ സമാധി ചെയ്ത് തന്നെ ചാത്തന്മാരിൽ സമർപ്പിച്ചു.